നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ബി.ജെ.പിയുടേതല്ലെന്നും അത് കലാകാരനായ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടാണെന്നുമൊക്കെ ബി.ജെ.പി വിരുദ്ധർ സോഷ്യൽ മീഡിയയിൽ അലമുറയിടുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയല്ല ഇന്ത്യ സഖ്യം ഏറെ മുന്നേറി എന്ന് ഇവർ ആഘോഷിക്കുന്നത്. കേരളത്തിൽ 2019 NDA വോട്ട് വിഹിതം 15.54% 2024 19.26 ആയി ഉയർന്നു. UDF-നും LDF-നും വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായപ്പോൾ NDA അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ പോലൊരു വലിയ സഖ്യം 231 സീറ്റുകൾ നേടിയത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നവർ NDAയുടെ നേട്ടത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ DMK സഖ്യം 39 സീറ്റുകൾ നേടിയെങ്കിലും വോട്ട് ശതമാനത്തിൽ 6.18% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 53.15 ആയിരുന്നു DMK സഖ്യം നേടിയതെങ്കിൽ ഇത്തവണ അത് 46.97% കുറയുകയാണ് ഉണ്ടായത്. 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 ഇടങ്ങളിൽ BJPയും 3 സീറ്റുകളിൽ NDA സഖ്യകക്ഷികളും രണ്ടാം സ്ഥാനത്തെത്തി. ഇതിൽ കോയമ്പത്തൂരിലെ BJP സ്ഥാനാർത്ഥി അണ്ണാമലയും ഉൾപ്പെടും. കോയമ്പത്തൂരിൽ ഒന്നാമതെത്തിയ DMKയുടെ ഗണപതി രാജകുമാറിനേക്കാൾ 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ അണ്ണാമലെ രണ്ടാം സ്ഥാനത്താണ് എത്തിയത്. 2019 58,000 വോട്ടുകളാണ് അണ്ണാമലെ കൂടുതലായി നേടിയത്. 2019 3 ഇരട്ടി വോട്ടുകളാണ് തമിഴ്നാട്ടിൽ BJP സ്വന്തമാക്കിയത്. 3% നിന്നും 11.5 ആയാണ് BJP വോട്ടുകളുടെ വർധന. കോയമ്പത്തൂർ കൂടാതെ സൗത്ത് ചെന്നൈ, സെൻട്രൽ ചെന്നൈ, കന്യാകുമാരി, മധുര, നീൽഗിരി, തിരുനെൽവേലി, വെള്ളൂർ എന്നിവിടങ്ങളിലാണ് BJP രണ്ടാം സ്ഥാനത്തെത്തിയത്. 2019 തെരഞ്ഞെടുപ്പിൽ BJP തമിഴ്നാട്ടിൽ നോട്ടാ പാർട്ടി എന്ന പരിഹാസം ഏറ്റുവാങ്ങിയിരുന്നു. 2019 3% വോട്ട് നേടിയ BJP ഇത്തവണ 20% വിഹിതം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. 20% ഒന്നും വർദ്ധിപ്പിച്ചില്ലെങ്കിലും അത് 11%-ലധികമായി വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. AIADMK BJP സഖ്യം തെറ്റിപ്പിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ 13 സീറ്റുകൾ വരെ BJPക്ക് തമിഴ്നാട്ടിൽ നേടാനാവുമായിരുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും BJP വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP ശക്തനായ എതിരാളിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്.